ഇപ്പോൾ തൃശൂർ മേയർ നിജി ജസ്റ്റിൻ ടെലിഫോൺ ലൈനിലുണ്ട്. നിജി ജസ്റ്റിൻ, ഇപ്പോൾ എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? തീ പൂർണ്ണമായിട്ടും അണയ്ക്കാൻ കഴിഞ്ഞോ? അതെ, വളരെ ദാരുണമായ നാടിന് നടുക്കിയൊരു സംഭവമായിരുന്നത്. തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിമരുന്ന് ശാലയ്ക്കാണ് തീ പിടിച്ചത്. ഞങ്ങൾ ഇത്രയും നേരം അപകട സ്ഥലത്ത് തന്നെയായിരുന്നു. ഏകദേശം 2-2.5 മണിക്കൂർ പിടിച്ചു ഈ തീ അണയ്ക്കാനായിട്ട്. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും ബുദ്ധിമുട്ട് വന്ന ഘട്ടം എന്ന് പറയുന്നത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ്. കാരണം തീ ആളിക്കത്തുന്നു, അതിന്റെ ഒപ്പം തന്നെ വെടി പൊട്ടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഫയർഫോഴ്സിന് ഈ രക്ഷാപ്രവർത്തനം നടത്താൻ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. അതിനുശേഷം ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ട് തീ അണച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പുക വരുന്നുണ്ട്. അപ്പോൾ അപകട സ്ഥലത്ത് ഐഡന്റിഫൈ എടുക്കാൻ പറ്റിയ, അതായത് രക്ഷാപ്രവർത്തനത്തിൽ കിട്ടിയ ആളുകളെ എത്രയും വേഗം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. അപ്പൊ അറിയാൻ സാധിച്ചത് 7 പേര് മരണം സ്ഥിരീകരിച്ചു. ബാക്കി 5 പേര്, മൊത്തം 12 പേരാണ് പറയുന്നത്. 5 പേരുടെ ബോഡി പാർട്സ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ബാക്കി ഇനിയിപ്പോൾ 5 പേരുടെ അവസ്ഥ ഗുരുതരാണ്. അതില് 3 പേര് വെന്റിലേറ്ററാണ്, അതീവ ഗുരുതരാവസ്ഥയിലാണ്. ബാക്കിയുള്ള ആളുകൾ ഏകദേശം 18ഓളം പേരെ നമ്മുടെ ബേൺസിന്റെ ICU യൂണിറ്റിലാണ് അഡ്മിഷൻ ആക്കിയിരിക്കുന്നത്. ഏതായാലും തൃശൂർ മെഡിക്കൽ കോളേജ്, ഞങ്ങൾ അപകട സ്ഥലത്തും ഞാൻ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തി. തൃശൂർ മെഡിക്കൽ കോളേജിലെ സ്ഥിതി വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത്, എന്തായാലും ഡോക്ടർമാരുടെ ഒരു വലിയ ടീം തന്നെ ഉണ്ട്, അവർ സജ്ജമാണ്. ആകെ ഒരു റിക്വസ്റ്റ് വെച്ചത്, ഇനി പെരിഫറിയിൽ നിന്നുള്ള മറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നും ജനറൽ ആശുപത്രിയിൽ നിന്നൊക്കെ വെന്റിലേറ്ററിൽ കിടത്താനായിട്ട് അഡ്മിഷന് വേണ്ടി പേഷ്യൻസിനെ ദയവ് ചെയ്ത് ഇന്നത്തെ രാത്രി റെഫർ ചെയ്യരുത് എന്നുള്ള നിർദ്ദേശമാണ് ഡോക്ടർമാർ തന്നിരിക്കുന്നത്. ഏതായാലും നാടിനെ നടുക്കിയ വലിയൊരു ദാരുണമായ സംഭവത്തിനാണ് നമ്മളെല്ലാവരും സാക്ഷി ആവേണ്ടി വന്നത്. കാണാതായിട്ടുണ്ട്, അങ്ങനെയുള്ള പരാതികളോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ബന്ധുക്കളോ ആരെങ്കിലും അങ്ങനെ? രാത്രിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാത്രി നമുക്കറിയാം, ഇരുട്ടായതുകൊണ്ട് അതിന്റെ വെളിച്ചത്തിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ തീ അണയ്ക്കാനുള്ള വെള്ളം തൃശൂർ കോർപ്പറേഷനാണ് അത് അടിച്ചു കൊടുത്തത്. അങ്ങനെ ജില്ലാ ഭരണകൂടവുമായി ഏകോപിപ്പിച്ചുകൊണ്ട് ആണ് രക്ഷാപ്രവർത്തനങ്ങൾ. അതില് തൃശൂർ കോർപ്പറേഷൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. എന്താ ചോദിച്ചത് കേട്ടില്ല. ഞാൻ ചോദിച്ചത്, ഇങ്ങനെ ഈ ആളുകളെ കാണാനില്ല എന്നുള്ള പരാതിയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അവിടെ ജോലി ചെയ്തിരുന്ന ആളുകളുടെ ബന്ധുക്കളോ അങ്ങനെ എന്തെങ്കിലും? അതായത് ഏകദേശം 40 പേരോളാണ് അവിടെ ജോലി ചെയ്തിരുന്നത്. കാരണം ഉച്ചയ്ക്ക് ഭക്ഷണം 40 പേർക്ക് അവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതില് ഒരു 5-6 പേരാണ് വെള്ളം കുടിക്കാനായിട്ട് പുറത്തേക്ക് കടന്നത്. അപ്പൊ ഏകദേശം 30-35 പേര് ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. ഇനിയുള്ള ഈ രക്ഷാപ്രവർത്തനം വീണ്ടും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി രക്ഷാപ്രവർത്തനം തുറന്നുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയുടേതായ ബുദ്ധിമുട്ടുകൾ അല്പം ഉണ്ട്. എന്നിരുന്നാലും അതൊക്കെ തരണം ചെയ്യാനായിട്ട് ലൈറ്റ് സംവിധാനങ്ങൾ എല്ലാം നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. ശരി, തൃശൂർ മേയർ നിജി ജസ്റ്റിനാണ് സംസാരിച്ചത്. അവർ ഏറെ നേരമായിട്ട് സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലും ഈ അപകടം നടന്ന സ്ഥലത്തുമായിട്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ചുമതലയിലുമായിരുന്നു ശ്രീമതി നിജി ജസ്റ്റിൻ. ലല്ലു, ഞാൻ പറഞ്ഞു വന്നത്, അവിടെ ഈ ജോലി ചെയ്തിരുന്ന ആളുകൾ, അവർ ഈ രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്നവരാണ്. പിന്നെ ഈ പൂര സമയത്ത് മാത്രമായിട്ട് വെടിക്കോപ്പ് സാമഗ്രികൾ നിറയ്ക്കുന്നതിന് അത്യുത്സാഹത്തോടെ വന്നിരുന്ന ആളുകളുമുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ രാവിലെ കേട്ടതാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ ഈ ജോലിയിൽ ഏർപ്പെട്ടിരുന്നത്. മറ്റു മേഖലകളിൽ ജോലി ചെയ്തിരുന്ന ആളുകളാണ്. ഒരു ബസ് കണ്ടക്ടറെ ആ കൂട്ടത്തിൽ കണ്ടിരുന്നു. അദ്ദേഹം ബസ് കണ്ടക്ടറാണ്. പക്ഷേ ഈ സമയമാകുമ്പോഴേക്കും ഈ പൂരത്തിൻ്റെ ആവേശത്തിൽ വെടിക്കെട്ട് പുരകളിൽ വന്നു നിന്ന് ഈ വെടിക്കോപ്പ് സാമഗ്രികൾ ഉണക്കുന്നതിനും നിറയ്ക്കുന്നതിനും ഒക്കെയായിട്ട് വരുന്നയാളാണ്. അങ്ങനെ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം വളരെ ആവേശത്തിലുമായിരുന്നു. മഞ്ജുഷ, ഞാൻ മനസ്സിലാക്കുന്നത് വർഷങ്ങളായി അവിടെ വെടിക്കെട്ട് പുരകൾ പ്രവർത്തിക്കുന്ന ഒരിടമാണ്. അത് നമുക്കറിയാം, ഇത്രയേറെ ബൾക്കായിട്ട് സ്റ്റോക്ക് വരുന്നൊരു സ്ഥലം. അത് വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള, മഞ്ജുഷ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ പാടശേഖരത്തിൻ്റെ നടുക്ക് ഒരു ദ്വീപ് പോലുള്ളൊരു സ്ഥലത്ത് അത് എല്ലാം മുൻകരുതലുകളും എടുത്ത് വളരെ വർഷങ്ങളായി അവിടെ ഈ പ്രവൃത്തി നടക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ വെടിമരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ, ഞാൻ പലരുമായി നമ്മൾ നേരത്തെ പല വെടിക്കെട്ട് ആശാന്മാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, പലരുമായിട്ട് ഇടപഴകിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ഭക്തിയോടെ, കാരണം നമുക്കറിയാം ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് ജീവൻ തന്നെ ബലിയർപ്പിക്കേണ്ട ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ അങ്ങേയറ്റത്തെ ഭക്തിയോടെയാണ് ഈ വെടിക്കെട്ട് പണി ചെയ്യുന്ന ആൾക്കാർ ഇത് ചെയ്യുന്നതായി കണ്ടിട്ടുള്ളത്.
അതുമാത്രമല്ല ഈ വെടിക്കെട്ട് പുരകളിൽ വൈദ്യുതി ബന്ധമടക്കമുള്ള കാര്യങ്ങൾ അതുപോലും കാണില്ല. കാരണം അത്രയേറെ മുൻകരുതൽ. ചെറിയൊരു തീപ്പൊരി മതി എല്ലാം തകരാനെന്ന് അറിയാവുന്നത് തന്നെ. നമ്മൾ തന്നെ പല സമയത്തും ഈ വെടിക്കെട്ട് പുരകളിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ ഈ ക്യാമറയുടെ ലൈറ്റ് ഓൺ ചെയ്യരുത് എന്ന് പ്രത്യേകം ഇവർ പറയും. കാരണം അത്ര മുൻകരുതലാണ്. ക്യാമറയുടെ ഈ ലൈറ്റിൻ്റെ ചൂട് അല്ലെങ്കിൽ ബാറ്ററിയിലുണ്ടാകുന്ന ചെറിയ സ്പാർക്ക് ഇതൊക്കെ മതി ഈ കരുതി വച്ചിരിക്കുന്ന വെടിമരുന്നുകൾക്ക് അല്ലെങ്കിൽ വെടിക്കോപ്പുകൾക്ക് തീ പിടിക്കാനും പൊട്ടിത്തെറി ഉണ്ടാകാനും എന്നറിയാവുന്നുണ്ട്. അതുപോലും സാധാരണഗതിയിൽ ഇവർ അനുവദിക്കാറില്ല. പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത് ഈ വെറുതെ ഈ തണലത്ത് ഉണക്കേണ്ട മരുന്നുകളുണ്ട്. അപ്പോൾ ഈ കെമിക്കലുകളുമായിട്ട് രാസവസ്തുക്കളെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെടിക്കെട്ട് പുരകളിൽ നിന്ന് ദൂരെ മാറ്റി ഈ തണലത്തിട്ട് ഓലയുടെ മടലൊക്കെ മുകളിലിട്ട് ഉണക്കിയെടുക്കുന്ന മരുന്നുകളുണ്ട്. കാരണം വെറുതെ ഇരുന്നാൽ ചെറിയൊരു വെയിൽ തട്ടിയാൽ പോലും കത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള മരുന്നുകളുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമുക്കറിയാം ഈ ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന അമിട്ടുകൾക്ക് ഈ നിറവും തിളക്കവും എല്ലാം നൽകുന്നത് ഈ കരിമരുന്നുമായി ചേർക്കുന്ന വിവിധ തരത്തിലുള്ള രാസവസ്തുക്കളാണ്. ഈ രാസവസ്തുക്കൾ മറ്റേ അളന്നെടുത്ത് ഇവർക്ക് നൽകുന്നതിനെല്ലാം ഈ വെടിക്കെട്ടുകാരെ കൊണ്ടിപ്പോൾ എല്ലാം അതിന് വിദഗ്ധരായ ആളുകൾ, കെമിസ്റ്റുകളുണ്ട്. ഈ മരുന്ന് അരയ്ക്കാനും അത് മിക്സ് ചെയ്യാനുമുള്ള ഓരോ വിഭാഗത്തിലും അങ്ങനെ അതിവിദഗ്ധരായ തൊഴിലാളികളാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം പോലെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ടുകൾ നടക്കുന്ന ഒരു സ്ഥലത്ത് അതിവിദഗ്ധരായ തൊഴിലാളികളാണ് ഇതുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഒരു വിദഗ്ധനായ തൊഴിലാളിയാണ്. നേരത്തെ സംസാരിച്ചിരുന്നുവല്ലോ വിൽസൺ. അദ്ദേഹവും വളരെ വർഷങ്ങളായിട്ട് ഈ രംഗത്തുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഇതെന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. അവിടെ തിരികൾ ഉണക്കുകയായിരുന്നു അദ്ദേഹം. അത് തിരിച്ചും മറിച്ചും ഇടുകയായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു തീഗോളം വന്ന് വീഴുന്നത് പോലെയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം അവിടെ നിന്ന് ഇത് ചതിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ, അതായത് എല്ലാം അവസാനിക്കുന്നു എന്നുള്ള രീതിയിൽ ഓടി രക്ഷപ്പെടുന്നു. വെളിയിലിറങ്ങി ഉടൻ തന്നെ ആ വെടിക്കെട്ട് പുര, അദ്ദേഹം ഉണ്ടായിരുന്ന ആ വെടിക്കെട്ട് പുര പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ്. പിന്നെ അദ്ദേഹം ഓടി അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് മറ്റു വെടിക്കെട്ട് പുരകൾക്ക് തീ പിടിച്ചത്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് പോലും മനസ്സിലാവുന്നില്ല. ഈ ചൂട് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെയായിരുന്നല്ലോ, ഒരു തീകോളം വന്ന് വീഴുന്ന പോലെയായിരുന്നു എന്ന്. സ്വാഭാവികമായും ഒരു വെടിക്കെട്ട് പുരയിൽ പണിയെടുക്കുമ്പോൾ അദ്ദേഹം പറയുന്ന അക്ഷരത്തിൽ ശരിയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയാനുള്ള സമയം പോലും കിട്ടാതെ. കാരണം തീ പിടിക്കുന്നത് കരിമരുന്നിനാണ്. ഒരു അത്ര വലിയ എക്സ്പ്ലോഷൻ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ കുറ്റിങ്ങൾ ദുരന്തം നടക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു തീകോളമാണ്, പെട്ടെന്നൊരു വലിയ ശബ്ദത്തിൽ ഒരു തീകോളം കൺമുന്നിൽ കാണുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് പിന്നെയും ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാണ് നമുക്ക്. കാരണം പെരുമഴ പെയ്യുന്നത് പോലെയാണ് മണൽത്തരികൾ അവിടെ കാണാനിരുന്ന ആളുകളുടെ മുകളിലേക്ക് വന്ന് വീഴുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെയും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഇത്ര വലിയ പൊട്ടിത്തെറിയാണെന്നും ഇത്രയും അധികം ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് അദ്ദേഹം പറഞ്ഞത് ഞാനും കണ്ടു. ഈ തിരി എന്ന് പറയുന്നത് നമ്മൾ അമിട്ടിൽ ഉപയോഗിക്കുന്ന, നമ്മൾ ആ വിഷ്വൽ രാവിലെ കണ്ടില്ല, അമിട്ടിന് മുകളിലുള്ള തിരിയാണ്. ഈ തിരി എന്ന് പറയുന്നത് നല്ല നീളമുള്ള, അതായത് നമ്മൾ ഈ കുറ്റിക്കകത്തിട്ടാൽ പുറത്തേക്ക് വരുന്ന അത്രയും നീളത്തിലുള്ള തിരിയാണ്. ഈ തിരിയും കരിമരുന്ന് ഈ തുണിയാണെങ്കിൽ പോലും ഇത് കരിമരുന്നിൽ പുരട്ടിയാണ് ഈ തിരി അമിട്ടിൽ വിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ തിരിയും എന്ന് പറയുന്നത് കരിമരുന്ന് തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചൂടിൻ്റെ ഒരു സാന്നിധ്യമുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കരിമരുന്ന് അമിതമായി ചൂട് ഏറ്റാൽ പോലും കരിമരുന്ന് കത്താൻ സാധ്യതയുള്ളത് എന്നാണ്. ഈ വൈദ്യുതി ബന്ധം പോലും ഇല്ലാത്ത ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ഈ മറ്റെന്താണ് ഈ തീകോളം പോലെ ഒരുപക്ഷെ എവിടെയെങ്കിലും കൂട്ടിയിട്ടിരുന്ന കരിമരുന്ന് കത്തിയതാകാം. അങ്ങനെ ഇത് തീ പിടിച്ചത്. ഏതായാലും അതിന് വിശദമായ ഒരു പരിശോധന തന്നെ വരട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഈ ഒരു വെടിക്കോപ്പ് നിറഞ്ഞ ഒരു പുരയിലുണ്ടാകുന്ന ഒരു എക്സ്പ്ലോഷൻ അത് എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് ആ വിഷ്വൽ, അതിനകത്ത് ഉണ്ടായിരുന്ന വെടിക്കോപ്പുകളുടെ വിഷ്വൽ കാണുമ്പോൾ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അതിനകത്തുണ്ടായിരുന്ന അത്ഭുതകരമായ രക്ഷപ്പെടലാണ് അദ്ദേഹം നടത്തിയത്. അത് മാത്രമല്ല അദ്ദേഹത്തിന് അക്കാര്യങ്ങൾ വിവരിക്കുവാൻ കഴിഞ്ഞത് അതിൻ്റെ എത്രമാത്രം തീവ്രത ഉണ്ടായിരുന്നു, ആ ഉഗ്ര സ്ഫോടനത്തിൻ്റെ തീവ്രത അദ്ദേഹത്തിന് ഓർത്തെടുത്ത് പറയുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഒരു വെടിക്കെട്ട് പുര കത്തുമ്പോൾ അതേ സമയത്ത് തന്നെ അടുത്ത വെടിക്കെട്ട് പുരയിലേക്കും തീ പടർന്നു. അങ്ങനെ ഒന്നിന് പിന്നാലെ മറ്റൊന്നായിട്ട് വെടിക്കെട്ട് പുരകൾ കത്തി അമരുകയായിരുന്നു. അത് മണിക്കൂറുകൾ നീണ്ടു നിന്നു എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴാണ് രക്ഷാപ്രവർത്തകർക്ക് വെടിക്കെട്ട് പുരകൾ, ഇനി അത് വെടിക്കെട്ട് പുരകൾ എന്ന് പറയാൻ കഴിയില്ല, വെടിക്കെട്ട് പുരകൾ നിന്നിരുന്ന സ്ഥലത്ത്, കത്തി അമർന്ന ആ സ്ഥലത്ത്, ആ പാടശേഖരത്തിന് ചുറ്റുമുള്ള പ്രദേശം അവിടെ എത്തി. ഇപ്പോൾ അവിടെ ശരീരാവശിഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 13 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. മുണ്ടത്തിക്കോട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. തിരുവമ്പാടിയുടെ വെടിക്കെട്ട് പുരകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടിന് മാത്രമല്ല
യഥാർത്ഥ വെടിക്കെട്ടിനും പ്രധാന വെടിക്കെട്ടിനും ഉള്ള സാമഗ്രികൾ അവിടെ തയ്യാറാക്കുകയായിരുന്നു. പാവറട്ടിപ്പള്ളി പെരുന്നാളിനുള്ള വെടിക്കോപ്പ് സാമഗ്രികൾ കൂടി അവിടെ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അവിടെ മുണ്ടത്തിക്കോട് സതീശൻ എന്ന പ്രശസ്തനായ വെടിക്കെട്ടുകാരൻ, അദ്ദേഹത്തിന്റെ ചുമതലയാണ് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.